ചിലരൊക്കെ പറയാറുണ്ട്, മക്കൾ നന്നാകണില്ല ഉസ്താദെ, എന്ത് ചെയ്തു കൊടുത്താലും നിസ്കരിക്കണില്ല, പറഞ്ഞത് കേൾക്കുന്നില്ല, സമയത്ത് വരുന്നില്ല, നല്ലതൊന്നും ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? നമ്മൾ എന്ത് ചെയ്തു കൊടുത്തിട്ടും നമ്മൾ പറയുന്നത് മക്കൾ അനുസരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ അബദ്ധസഞ്ചാരം നടത്തുന്നത്? പല കാരണങ്ങളുമുണ്ടെങ്കിലും അതിലേറ്റവും സുപ്രധാന കാരണമായി മഹത്തുക്കൾ രേഖപ്പെടുത്തി വെക്കുന്നത് മക്കൾക്ക് നൽകുന്ന ഭക്ഷണം ഹറാമാണ് എന്നുള്ളത് കൊണ്ടാണ്. നാം കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ ഭാര്യയ്ക്കും നമ്മുടെ മക്കൾക്കും നാം നൽകുന്ന ഭക്ഷണം ഹലാലായിരിക്കണം. ഇന്നത്തെ ഖുത്ബയിൽ പറഞ്ഞില്ലേ, യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ, ഹലാലായ ഭക്ഷണമേ നിങ്ങൾ കഴിക്കാവൂ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. ഇന്നത്തെ ഖുത്ബയിൽ സൂചിപ്പിച്ചു, വഅൻഹാകും അൻ അക്ലിൽ ഹറാം, ഹറാം തിന്നുന്നതിനെ തൊട്ട് നിങ്ങൾ പ്രത്യേകം ഞാൻ നിരോധിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു ഖതീബ് എന്ന നിലയിൽ പ്രത്യേകം ഈ മഹല്ലിൽ ആളുകൾ ഉത്ബോധിപ്പിക്കുകയാണ്. എന്തുകൊണ്ടെന്നറിയോ നിങ്ങൾക്ക്? നബി തങ്ങൾ പഠിപ്പിക്കുന്നു, കുല്ലു ലഹ്മിൻ നബത മിൻ ഹറാമിൻ ഫന്നാർ ഔലാ ബിഹി സദഖ റസൂലുള്ളാഹി. ഹറാമിൽ നിന്ന് വളർന്ന മാംസമാണോ ശരീരമാണോ, ആ ശരീരത്തിന് ഏറ്റവും ബന്ധപ്പെട്ടത് നരകമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ സമ്പാദ്യം ഹറാമാണെങ്കിൽ സ്വാഭാവികമായും കഴിക്കുന്ന ഭക്ഷണവും ഹറാമായിരിക്കും. ജനങ്ങളെ ചതിച്ചും വഞ്ചിച്ചും പലിശക്ക് കൊടുത്തും തട്ടിപ്പ് നടത്തിയും വെട്ടിപ്പ് നടത്തിയും കളവ് പറഞ്ഞും തൻ്റെ വീട്ടിലേക്ക് തൊഴിലെടുക്കാൻ വന്ന തൊഴിലാളിക്ക് മാന്യമായ പറഞ്ഞ കൂലി കൊടുക്കാതെ, ഞങ്ങൾ പറഞ്ഞ് മാന്യമായ തൊഴിൽ എടുത്ത വ്യക്തിക്ക് പോലും കൃത്യമായി കൂലി കൊടുക്കാതെ എങ്ങനെയൊക്കെയോ പരമാവധി വെട്ടിപ്പിടിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദര, എങ്ങനെയാണ് പിന്നെ നിന്റെ സമ്പത്ത് ഹലാലാകുന്നത്? അതിലൂടെ ഒന്നാമതായി സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം, മനുഷ്യരുടെ ഹൃദയങ്ങൾക്ക് ഖസ്വത്ത് ബാധിക്കുന്നു, കടുപ്പം കൂടുന്നു, നന്മ ചെയ്യാനുള്ള ആഗ്രഹമില്ല, നന്മയുടെ ആഭിമുഖ്യമില്ല, താല്പര്യമില്ല, തിന്മയോടാണ് ആഭിമുഖ്യം, തിന്മകളോടാണ് വല്ലാത്ത ആഗ്രഹം. അതുപോലെ ഹൃദയത്തിന് കടുപ്പം കൂടുകയാണ്. രണ്ടാമതായി നമ്മുടെ ശരീരം നരകത്തിലേക്ക് ബന്ധപ്പെട്ടതാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഇജാബത്ത് നഷ്ടപ്പെടുന്നു. പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആത്മാർത്ഥമായ ഉടമയായ റബ്ബിനോട് പലപ്പോഴും നമ്മൾ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. പക്ഷെ എന്തുകൊണ്ട് ഉത്തരം ലഭിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി, തിന്ന ഭക്ഷണം ഹലാലായില്ല, ഹറാമായി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരു സഹോദരനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ദീർഘയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന സഹോദരനാണ്. ആ യാത്ര കാരണം അദ്ദേഹത്തിന്റെ മുടികൾ ജടകുത്തിയിട്ടുണ്ട്, ശരീരമാസകലം പൊടി പുരണ്ടിട്ടുണ്ട്. അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്, യാ റബ്ബി യാ റബ്ബി, ഇരുകരങ്ങളും ആകാശത്തേക്ക് ഉയർത്തി വളരെ പ്രതീക്ഷയോടെ, യാ റബ്ബി യാ റബ്ബി, എനിക്ക് ഭക്ഷണം തന്നു പോറ്റി വളർത്തുന്ന റബ്ബേ എന്നയാൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ വമത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം വഗുദ്ദിയ ബിൽ ഹറാം ഫഅന്നാ യുസ്തജാബു ല സദഖ റസൂലുള്ളാഹി. അദ്ദേഹം കഴിച്ച ഭക്ഷണം ഹറാമാണ്, അദ്ദേഹം കുടിച്ച വെള്ളം ഹറാമാണ്, അദ്ദേഹം ധരിച്ച വസ്ത്രം ഹറാമാണ്, അദ്ദേഹം ഹറാമിൽ ഊട്ടപ്പെട്ടിരിക്കുകയാണ്. പിന്നെങ്ങനെയാണ് അദ്ദേഹത്തിന് ഉത്തരം ലഭിക്കുക എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പുതിയ കാലത്ത് എങ്ങനെയെങ്കിലൊക്കെ പൈസ ഉണ്ടാക്കണം എന്നുള്ളതാണ്. പൈസ ഉണ്ടാക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. തൊഴിലൊന്നും പോകേണ്ട, വീടിൻ്റെ ഉള്ളിൽ ഫോണും കൊണ്ടിങ്ങനെ ഇരുന്നാൽ ദിവസം ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ഉണ്ടാക്കുന്ന മാർഗങ്ങൾ ഇന്ന് ലഭ്യമാണ്. ഒരുപാടുണ്ട്. ഓൺലൈൻ ബിസിനസ്സും മറ്റൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നാൽ മതി വരെയിരുന്ന്. പക്ഷേ പ്രിയപ്പെട്ട സഹോദര, അത് ഹറാമാണോ ഹലാലാണോ? അവിടെയാണ് പ്രശ്നം. അതേസമയം കിട്ടുന്ന സമ്പാദ്യം അത് അല്പമാണെങ്കിലും അത് ഹലാലാണെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കുക. അത് വളരെ മനസ്സറിഞ്ഞ് ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കുക. അവർ നന്നാകും, നല്ല വ്യക്തിത്വം അവരിൽ രൂപപ്പെടും. അല്ലാതിരുന്നാൽ ഇവിടെ അങ്ങ് ജീവിച്ചു പോകാം, പക്ഷേ അള്ളാഹുവിൻ്റെ കോടതിയിൽ കുടുങ്ങും, ആഖിറത്തിൽ കുടുങ്ങിപ്പോകും. മാത്രവുമല്ല, അനധികൃതമായി സമ്പാദിച്ച സമ്പാദ്യത്തിൽ ബർക്കത്തുണ്ടാവില്ല. ഒരു ഭാഗത്ത് പണം അങ്ങനെ വരും, മറുഭാഗത്ത് കഷ്ടങ്ങളും പരീക്ഷണങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളുമായി അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കുകയും ചെറുപ്പകാലങ്ങളിൽ തന്നെ നമ്മുടെ മക്കളോട് പറയണം, കട്ടെടുക്കരുത്. അങ്ങനെ പറഞ്ഞ് ശീലിപ്പിച്ച് ഹലാലെ കഴിക്കാൻ പാടുള്ളൂ, അനുവദനീയമായത് ഭക്ഷിക്കാൻ പാടുള്ളൂ, മറ്റുള്ളവരുടെ പൊരുത്തവും ഇഷ്ടമില്ലാത്തത് കഴിക്കാൻ പാടില്ല
എന്ന വലിയ പാഠം നാം സ്വയം ഉൾക്കൊള്ളുകയും നമ്മുടെ ഭാര്യമാരെയും നമ്മുടെ മക്കളെയും ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. ഒരൊറ്റ സംഭവം പറഞ്ഞു അവസാനിപ്പിക്കുകയാണ്. അവസാനമായി മനസ്സിലേക്ക് വന്നൊരു സംഭവമാണ്. പണ്ടൊരു മഹാൻ എത്ര നിസ്കരിച്ചിട്ടും എത്ര ഇബാദത്ത് ചെയ്തിട്ടും നിസ്കാരത്തിൻ്റെ ആത്മീയമായ അനുഭൂതി ലദ്ദത്ത് ലഭിക്കുന്നില്ല. അദ്ദേഹം ചിന്തിച്ചു, റബ്ബേ, ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ വല്ല ഹറാമും കഴിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന ഉത്തരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ സമീപത്തേക്ക് പോയിട്ട് ചോദിച്ചു, ഉമ്മ, ഞാൻ ചെറിയ കുട്ടിയായ സമയത്ത് എനിക്ക് ഓർമ്മയില്ലാത്ത കാലത്ത് നിങ്ങൾ എനിക്ക് വല്ല ഹറാമായ ഭക്ഷണം തന്നിട്ടുണ്ടോ? ആ ഉമ്മ പറഞ്ഞു, ഇല്ലല്ലോ മോനെ, നിനക്ക് തന്ന ഭക്ഷണം മുഴുവനും ഹലാലാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, മോനെ എൻ്റെ വയറ്റിൽ കഴിയുന്ന സമയത്ത്, മോനെ ഞാൻ ഗർഭം ചുമന്ന സമയത്ത് നമ്മുടെ ഈ തൊട്ടടുത്ത വീട്ടിൽ ഞാൻ പോയപ്പോൾ അവിടുത്തെ ഉമ്മ അവിടെ ഇങ്ങനെ മാവ് പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആ മാവ് റെഡിയായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അല്പം ഞാൻ എന്നെ വിരൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് നാവിലിങ്ങനെ വെച്ച് ടേസ്റ്റ് നോക്കിയിരുന്നു. ഇതല്ലാതെ മറ്റൊന്നും എനിക്ക് ഓർമ്മയില്ല. ആ മഹാൻ പറഞ്ഞു, ഉമ്മ, ഒരു പക്ഷെ അതായിരിക്കും എൻ്റെ നിസ്കാരത്തിൽ എനിക്ക് ആത്മീയമായ മുന്നേറ്റം ലഭിക്കാൻ തടസ്സമാകുന്നത്. നിങ്ങളൊന്ന് ആ വീട്ടിലൊന്ന് പോകുമോ? ആ ഉമ്മയെ കണ്ടൊന്ന് പൊരുത്തപ്പെടിക്കുമോ? ഈ മഹാന്റെ ഉമ്മ തൊട്ടടുത്ത വീട്ടിൽ പോകുന്നു. ആ മഹദിയെ കാണുന്നു, വിഷയം പറഞ്ഞ് പൊരുത്തപ്പെടിക്കുന്നു. പ്രസ്തുത സംഭവത്തിന് ശേഷം ഈ മഹാന്റെ നിസ്കാരത്തിൽ ലദ്ദത്ത് ലഭിച്ചു, ആത്മീയമായ മുന്നേറ്റം ലഭിച്ചു എന്നാണ് പ്രിയപ്പെട്ടവരെ ചരിത്രം പറയുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഇബാദത്തുകളൊക്കെ കാട്ടിക്കൂട്ടുകളെ പരിണമിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലല്ലാതെയായി തീരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അള്ളാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഹലാലുമായി ബന്ധപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അനധികൃതമായ ഒരു സമ്പത്ത് നമുക്ക് വേണ്ട. അള്ളാഹു തആല ഹറാമായ എല്ലാ സമ്പാദ്യത്തിൽ നിന്നും നമുക്ക്, നമ്മുടെ കുടുംബ പരമ്പരകൾക്കും നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹു തആല പൂർണ്ണ കാവലും സുരക്ഷിതത്വവും നൽകുമാറാവട്ടെ.